അസ്സലാമലൈക്കും ഗൈസ്. സോ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ബ്ലോക്ക് 10. ഞാനിവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നത് 4th ഇയറും 3rd ഇയറും പരിപാടിയൊക്കെ. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. ഇന്ന് 2nd August 2024 MIM. ഇതായിരുന്നു ക്ലാസ് റൂം. ബാസ്കറ്റ്ബോൾ കോർട്ട്. ഇവിടുന്ന് ഒരു നല്ല അടി കിട്ടിയാണ് മിഥുൻ്റെ അടുത്തുനിന്ന്. ഫോണിനിട്ട് സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കയറ്റാം ഗ്രൗണ്ടിലേക്ക്. ഇവിടെ ഞാൻ മാത്രമേ ഇന്ന് ബ്ലോക്ക് 10 ഉണ്ടായിരുന്ന കോളേജിൽ നിന്ന്, എൻ്റെ ബാച്ചിൽ നിന്ന്. ഞാൻ എൻ്റെ റൂമേ ഈ ഇതായിരുന്നു, ഈ സാധനം ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ളതായിരുന്നു എൻ്റെ റൂം. ഇവിടെ നല്ല അടുത്തായിരുന്നു. ഞാൻ 3rd ഇയറിലൊക്കെ പഠിക്കുമ്പോൾ ഇവരൊക്കെ 10-20 മിനിറ്റ് മുന്നേ വരും. ഞാൻ 5 മിനിറ്റ് മുന്നേ എണീറ്റ് പരിപാടി നോക്കിയത്. എന്ത് വലുതറിയാം. ഇതാണ് ഏഷ്യത്തെ വൺ ഓഫ് ദി കുറേ റൂമുള്ള റൂം ഹോസ്റ്റല്. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം. പക്ഷെ ഇവിടെ നിന്ന് തന്നെ ഒരു ആയിക്കൂടെ എവിടെ കയറാം, ഗ്രൗണ്ടിൽ കയറാം. അപ്പം എന്നും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമായിരുന്നു. ഇതാണ് ബ്ലോക്ക് 10 ലൈഫ്. അപ്പം ഞാനിങ്ങനെ ലാസ്റ്റ് ഡേ ആണ്, അതൊന്ന് കവർ ചെയ്യാണ് മെമ്മറീസ് പരിപാടികളൊക്കെ. ബ്ലോക്ക് 10 ഇവിടെ നിന്നാണ് ഞാൻ ഋഷി ജുഹാനോലൊക്കെ ഫസ്റ്റ് കണ്ടത് റൂമാണ്. ഇവിടെ നിന്ന് മാഗി നൈസാണ്. ഇതാണ് എൻ്റെ റൂം. ഈ 2 ജനൽ 1116. എന്താ അവസ്ഥ അറിയില്ല. സൈക്കിൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക്. വലിയ ബിൽഡിങ്ങാണ് ബ്ലോക്ക് 10. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ സാധനങ്ങളെന്നും വാങ്ങിക്കൽ ഓരോ കാര്യത്തിന്. റൂമിൻ്റെ അടുത്താണ്. അപ്പം രാത്രി 10 മണി വരെ ഉണ്ടാവും. അതങ്ങനെ അവിടെ നിന്നാണ് വാങ്ങിക്കാറുണ്ടായിരുന്നത്. സൈക്കിളിൻ്റെ പരിപാടിയൊക്കെ കുറേ കാലം ഞാൻ സൈക്കിളിൻ്റെ ഐഡിയ ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എവിടെ എത്തിയില്ല. അതല്ല ഞാൻ നമ്മളെ ഇരിക്കുന്ന സ്ഥലങ്ങൾ ബ്ലോക്ക് 10 MIT കയറിയോക്കട്ടെ. റൂമിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയാൽ ലോബി പരിപാടി. എൻ്റെ റൂം ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ്. ഒന്നുമില്ല, ഭയങ്കര സുഖമായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ വേഗം ഇറങ്ങി പോവാം. അതേ രീതിയിൽ കുറേ മലയാളീസ്. പിന്നെ ഞാൻ മാത്രമാണ് ബ്ലോക്ക് 10 എടുത്തത്. കാരണം ഇത് ക്യാമ്പസിലെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്കും ഇതിലടിക്കാൻ അടിയിൽ തന്നെ അതിനെക്കൊണ്ട് നല്ല സുഖമായിരുന്നു. നടക്കാനും അങ്ങനെ ഇടങ്ങാറാവില്ല. കുറേ ഫ്ലോർസും പരിപാടിയൊക്കെ ഉള്ള ഇതാണ്. അപ്പം തന്നെ അടുത്താണ് 1116. അപ്പം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്നും വരലും ഒക്കെയൊക്കെ ഉണ്ട്. കാണിച്ചിരുന്നു റൂം. ആരുമില്ല, ലോക്ക് ചെയ്ത് പോയതാണ്. 3rd ഇയേഴ്സിനെ കൊടുക്കുള്ളൂ. അതേ രീതിയിൽ ഇവിടുന്ന് ഓപ്പണിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് മാഗി കിട്ടുന്ന സ്ഥലം. ഇന്നലെ അതിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ ഇതൊരു ദിവസം ഓപ്പൺ ആയിരുന്നേ, ഒരു സ്റ്റോറി. ഇതൊരു ദിവസം ഈ ഡോർ ചെറുതായിട്ട് ഓപ്പൺ ആയിരുന്നു. ഞാൻ പൂട്ടി. ഇതാണ് നമ്മളെ കോമൺ വാഷ്റൂം. എന്താ ലാബ് എന്ന് എഴുതിച്ചെന്ന്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂം, ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് തോന്നുന്നത്. അധികം അലമ്പൊന്നും ഉണ്ടാവില്ലേനു. പിന്നെ എപ്പോഴും ടോയ്ലറ്റ് പോലെ ഈതിയില്ലായിരുന്നു. ഇവിടെ നിന്ന് എപ്പോഴും വാഷ് ചെയ്യലും മുഖം. കുറേ ചിന്തകൾ, പരിപാടി, ആലോചനകളായിരുന്നു ഇവിടുന്ന്. ഇവിടെ ഒരു പണ്ട് ഇതുണ്ടായിരുന്നേ, ഇലക്ട്രിസിറ്റി പരിപാടി. ഫസ്റ്റ് വന്നപ്പം 1120 യിലായിരുന്നു. അത് ഡബിൾ ഷെയറിങ് കോമൺ വാഷ്റൂം. അപ്പോഴാണ് ഹിമാൻഷുവിനെ കിട്ടി. ഹിമാൻഷുവിൻ്റെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കാം. ഹിമാൻഷുവൊക്കെ അടിപൊളി ഫ്രണ്ടാണ്. ഹിമാൻഷു പിന്നെ അവിടെ അറ്റത്ത് റൂമിലേക്ക് പോയി. ഇത് ഞാൻ പറഞ്ഞില്ലേ എത്രക്ക് അടുത്താ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റില്ലേ, എൻ്റെ റൂം ഇവിടെയും. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് റൂമിൽ നിന്ന് കാണാം തുടങ്ങണം. 5 മിനിറ്റ് മുന്നേ ഓടിയാൽ. അതാണ് വൈബ്. മാഷാഅല്ലാഹ്. ഞാനേ വേറെ ഒന്ന് കാര്യം പറഞ്ഞു വെച്ചാൽ ഇവിടെ ബ്ലോക്ക് 10 പഠിക്കാൻ പറ്റിയ, മീൻസ് ബ്ലോക്ക് 10 നിൽക്കാൻ പറ്റിയ അവരൊക്കെ NIH പരിപാടിയൊക്കെ അവർക്ക് ഫണ്ടുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. അതേ രീതിയിൽ റൂംമേറ്റ്സ് അടിപൊളിയുണ്ട്. ഇവിടെ ഉള്ളൊരു തന്നെ ഉണ്ടായിരുന്നു, പേര് ഓർമ്മയിട്ടില്ല, കോണ്ടാക്റ്റിലുണ്ട്. അങ്ങനെ രസമായിരുന്നു. പാട്ടും പരിപാടിയൊക്കെ ഹിമാൻഷുവിൻ്റെ ഫ്രണ്ട്സ് കുറേയായിട്ട് അറിയായിരുന്നു. ബ്ലോക്കിൽ നിന്ന് ഒരിക്കലും ആ ഒരു സാധാ വൈബ് ഉണ്ടല്ലോ. ഒന്നാമത് എനിക്ക് അധികം പൈസ സ്പെൻഡ് ആക്കുന്ന താല്പര്യമില്ല. പിന്നെ അത്യാവശ്യത്തിൻ്റെ ഇത് മതി.
ഇപ്പം ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഡോർമലേ പൂക്കി ലീഡർ 95 ഡീലർ ഇറ്റ്സായി. ക്യാമറ വർക്കിംഗ് അല്ല തോന്നുന്നു. ക്യാമറ വർക്കിംഗ് ആണ് ഇവരൊക്കെ എടുത്ത് തട്ടത്ത് കയറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കോമഡിയായി. ക്യൂ നഹി ഹോഗ പ്ലേസ്മെന്റ്. ക്യാമറ ഒക്കെ ഉണ്ട്. ഇറങ്ങാണ്. ഋഷി ഓരൊക്കെ 3rd ഫ്ലോറിലൊക്കെ ആയിരുന്നു. കുറേ ഫ്ലോറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒക്കെ വന്നിട്ട് ചെരുപ്പിൻ്റെ പരിപാടി ഉണ്ടാകും, തുന്നണ. അതിൻ്റെ വീഡിയോ തന്നെ ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഗ്രൗണ്ട് കാണിച്ചില്ലേ. ലെഫ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ ഗ്രൗണ്ട് കാണാം. ബൈ സലാം. ഇത് ആർക്കിടെക്റ്റ് MRB ആർക്കിൻ്റെ പരിപാടിയല്ലേ. അവിടെയാണ് കോളേജ്. ഇവിടെ ഒരു നൈറ്റ് ക്യാൻറ്റീനുണ്ട്. ഇത് ഫുഡ് പോരാ ഇല്ല, വമ്പൻ സീനാ. ക്യാമ്പസ് അല്ല ഹോസ്റ്റൽ. ക്യാമ്പസ് കുഴപ്പമില്ല. ഇതായിരുന്നു നമ്മളെ ഗ്രൗണ്ട്. എന്നും ഇവിടുന്ന് കളിയാണ് വൈകുന്നേരങ്ങളിൽ. വലിയ ഗ്രൗണ്ട്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഗെയിം ഞാൻ കളിച്ചത്. ഇപ്പം ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച വീഡിയോസും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നല്ല സൂപ്പർ കളികൾ കളിച്ചെന്ന് അവിടുന്ന്. തുടക്കത്തിൽ ഫസ്റ്റ് എനിക്ക് അത്യാവശ്യം കളിക്കാൻ കഴിയുന്നവർ അറിയുന്നത് അപ്പോഴാണ്. അല്ല എന്നുള്ള തടി എന്നുള്ള ആ ഒരു ലെവലിലായിരുന്നു. പിന്നെ ഇപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് കാണുന്നത് ഇവിടുന്നാണ്. കുറേ മാറ്റം വരുത്തിട്ടോ. ഇവിടെ ഒരു ഭീമ മരം വീണിന്. ഇതുണ്ടോ ഈ ഒരു സാധനം അത് വീണീനു ഒക്കെ പൊളിച്ചു. ഞാൻ എൻ്റെ ഫോട്ടോ ഉണ്ട്. അൽഹംദുലില്ലാ നല്ല ഓർമ്മകളാണ്. നല്ല സുഖമായിരുന്നു. സ്റ്റിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല, മീൻസ് ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ അല്ല എങ്കിൽ കൂടിയും ഇവിടുന്ന് കുറേ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. അൽഹംദുലില്ലാ സാറ്റിസ്ഫൈഡ്. ഇപ്പം എൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ പോകണം. നമ്മളെ നോ ഡ്യൂ പരിപാടിയൊക്കെ കഴിഞ്ഞ് നോ ഡ്യൂ എവിടെയും ഡ്യൂസ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ സെറ്റായി. എന്നിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ക്യാമ്പസിലേക്ക് തിരിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇതിൻ്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. മണിപ്പാൽ സെൻറ്റർ ഓഫ് ബിസിനസ് പ്രാക്ടീസ്. അപ്പോൾ മണിപ്പാൽ സെൻറ്റർ ഓഫ് ബിസിനസ് പ്രാക്ടീസ് MIM DOC ആകെ 3 ക്ലാസ്. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് MCBP ആയിരുന്നു. പിന്നെ നമ്മളതുപോലെ MIM-ൻ്റെ കീഴിലായിരുന്നു. പിന്നെ DOS-ൻ്റെ കീഴിലായിരുന്നു. എന്തൊക്കെ ആയി. ഞാനങ്ങോട്ട് ഇറങ്ങി. അൽഹംദുലില്ലാ ഖൈറാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ എന്തൊക്കെയാണ് നടന്നത് എന്നില്ല. ഇത് ആശാനം, നമ്മൾ ഓഫീസ് സ്റ്റാഫാണ്. ആശാനം സർട്ടിഫിക്കറ്റ് വെപ്പാണ്. ഞാൻ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് കിട്ടിയില്ല, കുറേ നേരം തപ്പി. ഇത് ഞാൻ ഉയർത്തിയ കപ്പ് SMFC SJCC ചാമ്പ്യൻസ് ആയിരുന്നു. I'm done with all those major procedures. I submitted my no due certificates. I collected some of my certificates, originals. I'm yet to receive all those marks card. For that, first I have to submit all those marks card I received earlier. Then only they will give it back, like new ones. So this is my college. Hopefully, it won't be my last visit. I have to come tomorrow as well for just submitting that older, certificates. Yeah. Cricket ground. This is our cricket ground. Above that's football ground where we used to play. Is the Annapurna, my canteen for 1.5 years. Food is good, better than other mess. I love these old vibes. And have in this first floor, I used to practice with second years, basically my juniors, for a dance. I don't know. I'll show if I have the pictures. അറ്റത്താണ് DOC. ഇതാണ് ബാഡ്മിൻ്റൺ കോർട്ട്. അന്നപൂർണ്ണ മെസ്സി പറഞ്ഞില്ലേ, ബാഡ്മിൻ്റൺ കോർട്ട്. ഉള്ളിൽ ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ദിസ് ഈസ് ഫിറ്റ്നസ് സെൻറ്റർ മെൻ. ചെറിയ പൈസയുള്ളൂ. വുമൺ. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നേരെ പോയാൽ ഗേറ്റ് 4. ഇത് നമ്മളെ ഗ്രൗണ്ട്. MIT Supremacy. So this is block 5 of MIT hostels. This is where I used to live in my first years. None of my friends were staying here, so I just chose this because it's cheap. And I got very good friends from here. Joel, Ayan, Mishal, all those people. Still very good friends. I think room number is 1117, I guess. SP ഒരു
റോമൻ ആർക്കിടെക്ചർ പരിപാടിയാണ്. ഉള്ളിൽ ചിലപ്പം രാത്രിയൊക്കെ പാട്ടിടും, വെള്ളത്തിൻ്റെ ഫൗണ്ടൈൻ പരിപാടിയൊക്കെ ഉണ്ട്. ഉള്ളിൽ കുറച്ച് കടകളും പരിപാടിയൊക്കെയാണ്. ഇത് FC1. ഇവിടുന്ന് ഞാൻ ബ്ലോക്ക് 5 നേരം ഇവിടെ നിന്നാണ് കഴിച്ചുകൊണ്ട്. നല്ല ഫുഡാണ്, കുഴപ്പമില്ല, നോട്ട് ബെറ്റർ ദാൻ അന്നപൂർണ്ണ. പിന്നെ ഇങ്ങനെ നേരെ പോയിട്ട് അതാ അത് കണ്ടില്ലേ, ആ ഒരു പച്ച സാധനം, അതാണ് ടെമ്പിൾ റൺ. അതിൻ്റെ അടിയിൽ കൂടെ പോയാലാണ് ബ്ലോക്ക് 17. എൻ്റെ ഫ്രണ്ട്സൊക്കെ ബ്ലോക്ക് 17 ആയിരുന്നു. അങ്ങനെ AC പരിപാടിയൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ നേരെ പോയാൽ സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷേ അവ കാണിച്ചു തരാൻ കഴിയാൻ നോക്കാം. അതാ അബ്ലു വണ്ടിയില്ല, ഇങ്ങനെ നേരെ ഇതൊക്കെയാണ് ക്യാമ്പസ്. കൂടെയാണ് ഞാൻ ഫുള്ള് നടക്കാറ്. ഇത്രയും നടക്കണം, ഒരു 2-3 കിലോമീറ്റർ നടക്കും MCHP എത്തുമ്പോഴത്തേക്ക്. സോറി, MCHP അല്ല, NCBP. MCയിലായിരുന്നു ആദ്യം ഫസ്റ്റ് ഇയർ ക്ലാസ്. എൻ്റെ ബാക്കിലുള്ള ആ ബോർഡില്ല, അവിടെയാണ് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. 10 വർഷം, 15, 20 വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ്. ഈ ബോർഡാണ് ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. ഒരു വാശിയാണ്.